നിങ്ങൾ എപ്പോഴെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത അവസ്ഥയിൽ ഒരു മുറിയിൽ കയറുകയും എന്നാൽ കാരണമൊന്നും കൂടാതെ ഊർജമെല്ലാം ചോർന്നുപോയ അവസ്ഥയിൽ ഉത്കണ്ഠാകുലനായി വിഷാദത്തോടെ ഇറങ്ങിപ്പോന്ന സാഹചര്യമുണ്ടായിട്ടുണ്ടോ? ചിലപ്പോൾ ഒരു പക്ഷേ മറ്റുള്ളവരുടെ വികാരങ്ങളായിരിക്കാം നിങ്ങൾ വലിച്ചെടുത്തത്, സ്വയം തിരിച്ചറിയാതെ. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? എങ്ങനെ അത് തിരിച്ചറിയാം? ഏറ്റവും പ്രധാനമായും എങ്ങനെ നിങ്ങളുടെ എനർജിയും സമാധാനവും പവറും വീണ്ടെടുക്കാമെന്നും നമ്മൾ കാണാൻ പോകുന്നു. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരോട് കരുണയുള്ളവരായിരിക്കണമെന്ന് കേട്ട് വളർന്നവരാണ്. എന്നാൽ സ്വന്തം വെളിച്ചം എങ്ങനെ സംരക്ഷിക്കാം എന്ന് നമ്മൾ എവിടെയും കേൾക്കാറില്ല. ആദ്യമായി നിങ്ങളൊരു എംപാത്താണോ? മറ്റുള്ളവരോട് സഹാനുഭൂതി അല്ലെങ്കിൽ അനുകമ്പയുള്ള വ്യക്തിത്വമാണോ എന്ന് തിരിച്ചറിയാൻ ചില ലക്ഷണങ്ങൾ താഴെ ചേർക്കാം. 1. നിങ്ങളൊരു സ്പോഞ്ച് പോലെ മറ്റുള്ളവരുടെ വികാരങ്ങളെ വലിച്ചെടുക്കുന്നവരാണ്. 2. ആൾക്കൂട്ടങ്ങളും ബഹളങ്ങളും നിങ്ങളിൽ ബുദ്ധിമുട്ടുളവാക്കുന്നു. 3. ആളുകൾ പലപ്പോഴും അവരുടെ പ്രയാസങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു, നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ പോലും. 4. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനകളേക്കാൾ ആഴത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നു. 5. നിങ്ങൾക്ക് റിക്കവറാകാൻ, റീചാർജ്ഡ് ആകാൻ ഒറ്റയ്ക്ക് ധാരാളം സമയം വേണ്ടിവരുന്നു. ഈ പ്രത്യേകതകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ടല്ല, മറിച്ച് ഉറങ്ങിക്കിടക്കുന്ന ഈ ലോകത്ത് നിങ്ങൾ ഉണർന്നിരിക്കുന്നു എന്നതുകൊണ്ടാണ്. നിങ്ങൾ ഹീൽ ചെയ്യുവാൻ, സുഖപ്പെടുത്തുവാൻ സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തിയായതുകൊണ്ടാണ്. എംപാത്തുകളുടെ ഒരു പ്രത്യേകത, അവർ കാന്തം പോലെ, മാഗ്നറ്റ് പോലെ ഹീലിംഗ് ആവശ്യമുള്ള ആളുകളെ തങ്ങളിലേക്ക് ആകർഷിക്കുന്നുവെന്നുള്ളത്. ഇങ്ങനെ ആകർഷിക്കപ്പെടുന്ന വ്യക്തികൾ ഹീലിംഗ് സ്വയം ആഗ്രഹിക്കാത്തവരാണെങ്കിൽ പകരം മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുവാൻ, തങ്ങളെ തന്നെ സാധൂകരിക്കുവാൻ, പരാതികൾ പറയുവാൻ അല്ലെങ്കിൽ തങ്ങളുടെ ഉള്ളിലെ വേദനകളെയും നെഗറ്റിവിറ്റിയെയും മറ്റുള്ളവരുടെ മേൽ ഡംപ് ചെയ്യുവാനോ ശ്രമിക്കുന്നവരായിരിക്കും. ഇങ്ങനെയുള്ള വ്യക്തികളുമായി ഇടപെടുമ്പോൾ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു, അവർ എടുത്തുകൊണ്ടുമിരിക്കുന്നു. ഇത് ബാലൻസ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളെ നീക്കുകയും നിങ്ങളുടെ എനർജി ചോർന്നു പോയതായി നിങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള വ്യക്തികളിൽ പലരും മാനിപ്പുലേറ്റേഴ്സ് ആണ്. അതായത് നിങ്ങളിൽ കുറ്റബോധവും ഭയവും ഉളവാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അവർ. അതുകൊണ്ട് മറ്റുള്ളവരോട് അനുകമ്പയുള്ള വ്യക്തിത്വമാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഓരോ തവണയും നിങ്ങളുടെ ആത്മാവ് നോ എന്ന് നിലവിളിക്കുമ്പോൾ നിങ്ങൾ യെസ് മറ്റുള്ളവരോട് പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ ഉപേക്ഷിക്കുന്നതിന് തുല്യമാണതെന്നുള്ളത്. ചില ആളുകൾ നിങ്ങളുടെ സമയത്തെയല്ല, മറിച്ച് നിങ്ങളുടെ ആത്മാവിനെ തന്നെയാണ് ചോർത്തിയെടുക്കുന്നതെന്ന്. ഇനി ഇങ്ങനെയുള്ള വ്യക്തികളിൽ നിന്നും നിങ്ങളുടെ എനർജിയെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് നോക്കിയാലോ. 1. വിഷ്വലൈസേഷൻ ഷീൽഡ്. ദിവസവും രാവിലെ ഉണരുമ്പോൾ തന്നെ നിങ്ങളൊരു ദൈവീകമായ, ഡിവൈനായ സ്വർണ്ണ വെളിച്ചത്താൽ ചുറ്റപ്പെട്ടതായി, സംരക്ഷിക്കപ്പെടുന്നതായി സങ്കല്പിക്കാം. ഈ വലയത്തെ ഭേദിച്ച് നിങ്ങളെ ഹാം ചെയ്യുവാൻ, അപകടത്തിലാക്കുവാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് വിശ്വസിക്കാം. ഇത് വളരെ പവർഫുള്ളാണ്. 2. എൻഗേജിങ് ഇൻ ബോഡി മൂവ്മെൻറ്റ്സ്. ശരീരചലനങ്ങളിൽ ഏർപ്പെടുന്നത് നിങ്ങളുടെ നാഡീവ്യൂഹങ്ങളെ റീസെറ്റ് ചെയ്യുവാനും ടെൻഷൻ റിലീസ് ചെയ്യുവാനും സഹായിക്കുന്നു. ഇതിനായി നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇവയാണ്. നിന്നുകൊണ്ട് സാവധാനം നിങ്ങളുടെ കൈകളും തോളുകളും കാലുകളും 30 സെക്കൻഡോളം ഷേക്ക് ചെയ്യാം, ചലിപ്പിക്കാം. അതുപോലെ ഒന്ന് നടക്കാൻ പോകുന്നത്, ശരീരഭാഗങ്ങളെ സ്ട്രെച്ച് ചെയ്യുന്നതുമെല്ലാം സഹായകരമാണ്. 3. ടേക്ക് എ ഫ്യൂ ഡീപ് ബ്രെത്ത്സ് ആൻഡ് എക്സ്ഹേൽ വിത്ത് എ സൗണ്ട്. ശ്വാസം എടുക്കുന്നതും സ്വരമുണ്ടാക്കി നിശ്വസിക്കുന്നതും പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇതിനായി ആഴത്തിൽ ശ്വാസമകത്തേക്ക് എടുക്കാം. ശ്വാസം പുറത്തേക്ക് കളയുമ്പോൾ ഒരു ദീർഘനിശ്വാസത്തോടെയോ എന്ന ആശ്വാസത്തിൻ്റെ സ്വരമുണ്ടാക്കിയോ കളയാം. ഇങ്ങനെ 3 മുതൽ 5 തവണ വരെ ചെയ്യാം. 4. ജേർണലിംഗ് ഓർ വോയിസ് റെക്കോർഡ്. നമ്മുടെ ചിന്തകളെ പുറത്തേക്ക് എടുക്കുമ്പോൾ അത് അവ്യക്തതയെയും വൈകാരിക അവശിഷ്ടങ്ങളെയും പുറന്തള്ളുവാൻ, ക്ലിയർ ചെയ്യുവാൻ സഹായിക്കുന്നു. അതിനായി ഇവ ചെയ്യാം. നിങ്ങളുടെ വികാരങ്ങളെ ഒരു പേപ്പറിൽ എഴുതാം.
പ്രത്യേകിച്ചും അത് നിങ്ങളുടേതല്ലെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളെ വോയിസ് റെക്കോർഡ് ചെയ്യാം. അതിനുശേഷം അത് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. ഇത് നമ്മുടെ സിസ്റ്റത്തിൽ നിന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളെ സ്റ്റോർ ചെയ്യപ്പെടാതെ പകരം അവ ക്ലിയർ ചെയ്യുവാൻ സഹായിക്കുന്നതാണ്. 4. വാട്ടർ റീസെറ്റ്. സംഘർഷഭരിതമായൊരു സാഹചര്യത്തിന് ശേഷം കൈകൾ മൈൻഡ്ഫുള്ളായി കഴുകുന്നതും ഒന്ന് കുളിക്കുന്നതുമെല്ലാം നമ്മുടെ മനസ്സിനെ റീസെറ്റ് ചെയ്യുന്നതിൻ്റെ പ്രതീകാത്മകമായ അടയാളങ്ങളാകാൻ സഹായിക്കുന്നു. നമ്മുടെ തലച്ചോറിനോട് വി ആർ ഡൺ വിത്ത് ദിസ് മൊമെൻറ്റ് എന്ന് പറയുന്നതിന് പ്രതീകമായി ഇതിനെ കാണാം. 5. സേ നോ വിത്തൗട്ട് ഗിൽറ്റ്. നോ പറയേണ്ടടുത്ത് നോ പറയാൻ സന്നദ്ധത കാണിക്കേണ്ടതുണ്ട്. ഇതുമൂലം നിങ്ങൾ റൂഡാവുകയല്ല, മറിച്ച് നിങ്ങളൊരു ജ്ഞാനമുള്ള വ്യക്തിയായി മാറുകയാണ് ചെയ്യുന്നത്. 6. ഫിസിക്കൽ സെപ്പറേഷൻ. നോട്ട് എവറി ടെക്സ്റ്റ് മസ്റ്റ് ബി ആൻസേർഡ്. നോട്ട് എവറി കോൺവെർസേഷൻ ഡിസേർവ്സ് യുവർ ടൈം. എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങളുടെ മറുപടിയോ സമയമോ നിങ്ങൾ കൊടുക്കേണ്ടതില്ല. അത് സാധ്യമായ കാര്യമല്ലെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. യു ഡോണ്ട് ഓവ് എനി വൺ ആക്സസ് ടു യുവർ എനർജി ജസ്റ്റ് ബിക്കോസ് ദേ നീഡ് ഇറ്റ് എന്ന് ഓർത്തിരിക്കാം. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു എംപാത്ത് എന്ന് വിളിക്കാറില്ലായിരിക്കാം. ചിലപ്പോഴത് നിങ്ങൾക്ക് ഒരു അപരിചിതമായ വാക്കായിരിക്കാം. എങ്കിലും നിങ്ങളുടെ എനർജി സംരക്ഷിക്കുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. കാരണം അത് നിങ്ങളുടെ ലൈഫ് ഫോഴ്സാണ്. ആരും നുഴഞ്ഞു കയറാതെ നമ്മൾ നമ്മുടെ വീടിനെ സംരക്ഷിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എനർജിയെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയണം. കാരണം നിങ്ങളുടെ വെളിച്ചം പാവനമായി സൂക്ഷിച്ചാലേ നിങ്ങൾക്ക് സ്വയം കരുത്തരായി തോന്നുവാനും മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതൽ പ്രകാശിക്കാനും സാധിക്കുകയുള്ളൂ.